ഹരേ രാമ ഹരേ കൃഷ്ണ. ഏഴര ശനി പോലും തോറ്റുമടങ്ങും ഈ യോഗത്തിന് മുന്നിൽ. ഈ രാശിക്കാർ കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് പടിപടിയായി ഉയരുവാൻ പോകുന്നു. നിങ്ങൾ ഈ രാശിക്കാരാണോ? നിങ്ങളെ കാത്തിരിക്കുന്നത് ഗജകേസരി യോഗമാണ്. അപൂർവ ഭാഗ്യവുമായി ഗജകേസരി യോഗം. ഭാഗ്യദേവത അനുഗ്രഹിക്കുന്നത് ഈ മൂന്ന് രാശിക്കാരെയാണ്. ദേവഗുരു എന്നറിയപ്പെടുന്ന ഗ്രഹമായ വ്യാഴം വർഷത്തിലൊരിക്കലാണ് രാശി മാറുന്നത്. ശനി കഴിഞ്ഞാൽ ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് വ്യാഴം. അതിനാൽ തന്നെ വ്യാഴത്തിൻ്റെ രാശിമാറ്റം പല ആളുകളുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് സമ്മാനിക്കുക. നിലവിൽ വ്യാഴം ഇടവം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പൊതുവെ എല്ലാ രാശികൾക്കും ഗുണകരമായ ഒരു ഗ്രഹനിലയാണ് ഉള്ളത്. ഈ രാശിയിൽ വെച്ച് വ്യാഴവുമായി മറ്റ് ഗ്രഹങ്ങളുടെ സംയോഗമുണ്ടാകുന്നതിലൂടെ ശുഭകരവും അശുഭകരവുമായ നിരവധി യോഗങ്ങളാണ് വന്നു ചേരുക. വ്യാഴത്തിൽ നിന്നും വ്യത്യസ്തമായി 2.5 ദിവസത്തിനിടെ രാശിമാറ്റം നടത്തുന്ന ഗ്രഹമാണ് ചന്ദ്രൻ. ഒരു മാസത്തിനിടെ 3 മുതൽ 4 വരെ രാശിമാറ്റം ചന്ദ്രനുണ്ടാകാറുണ്ട്. ചന്ദ്രനും നിലവിൽ ഇടവം രാശിയിലാണുള്ളത്. ഇങ്ങനെ ചന്ദ്രന്റെയും വ്യാഴത്തിൻ്റെയും സമാഗമത്തിലൂടെ ഇടവത്തിൽ ഗജകേസരി യോഗമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഗജകേസരി യോഗം ആളുകൾക്ക് അപൂർവമായ സൗഭാഗ്യങ്ങൾ നൽകുന്ന ഒരു രാജയോഗമാണ് ഗജകേസരി യോഗം. ജൂൺ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ രൂപമെടുത്തിരിക്കുന്ന ഈ രാജയോഗം ചില രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ വലിയ നേട്ടങ്ങളാണ് സമ്മാനിക്കുവാൻ പോകുന്നത്. വ്യാഴം പ്രബലനായിരിക്കുമ്പോൾ പാവഗ്രഹങ്ങളുമായുള്ള സംയോഗമോ അവയുടെ ദൃഷ്ടിയിൽ വരുന്ന സ്ഥിതിയോ ഉണ്ടാകാറില്ല. ഗജകേസരി യോഗം രൂപപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ എല്ലാ രാശിക്കാർക്കും ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. പ്രത്യേകിച്ച് ജാതകത്തിൽ ഈ ഗജകേസരി യോഗം ഉള്ള ആളുകൾക്ക് വാഹനമോ പ്രോപ്പർട്ടിയോ വാങ്ങുവാനുള്ള അവസരം വന്നു ചേരും. ഈ രാശിക്കാരായ ആളുകൾക്ക് വിവാഹ ജീവിതത്തിൽ സംതൃപ്തി, വിദേശ യാത്രായോഗം, ബിസിനസ് തുടങ്ങുവാനുള്ള അവസരം, യാത്രകൾ തുടങ്ങുവാനുള്ള അവസരം, സർക്കാർ ജോലി എന്നിവയ്ക്കെല്ലാം യോഗമുണ്ടായിരിക്കും. ഏതൊക്കെ രാശിക്കാർക്കാണ് ഗജകേസരി യോഗത്തിലൂടെ വലിയ വലിയ നേട്ടങ്ങൾ സമ്മാനിക്കുവാൻ പോകുന്നത് എന്ന് നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. മേടം രാശിയുടെ 2-ാം ഭാവത്തിൽ, അതായത് ധനഭാവത്തിലാണ് വ്യാഴത്തിൻ്റെയും ചന്ദ്രൻ്റെയും സംയോഗമുണ്ടാകുന്നത്. ഗജകേസരി യോഗം ഇവർക്ക് ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങളാണ് സമ്മാനിക്കുവാൻ പോകുന്നത്. ഏറെക്കാലമായി ചെയ്തു തീർക്കാതിരുന്ന നിങ്ങളുടെ ജോലികളെല്ലാം കൃത്യസമയത്ത് പൂർത്തീകരിക്കുവാൻ സാധിക്കും. സാമ്പത്തികമായ നിങ്ങളുടെ സ്ഥിതി വളരെയധികം മെച്ചപ്പെടും. കൂടുതൽ പണമുണ്ടാക്കണമെന്ന ചിന്തയും അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതാണ്. ഇതിലൂടെ സമ്പാദ്യം വളരെയധികം കുമിഞ്ഞു കൂടും. കടം കൊടുത്തതോ അതുമല്ലെങ്കിൽ തിരികെ കിട്ടാനുള്ളതുമായ പണങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ സമയത്ത് തിരിച്ചു കിട്ടുന്നതാണ്. മനഃശാന്തി വർദ്ധിക്കുകയും ചെയ്യും. പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു കിട്ടുന്നതാണ്. നിങ്ങളുടെ കുടുംബാന്തരീക്ഷം വളരെയധികം സമാധാനപൂർണവും പ്രസന്നമാവുകയും ചെയ്യുന്നതാണ്. വ്യാഴത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും സന്തോഷവും സമാധാനവും കൊണ്ടുവരികയും ചെയ്യുന്നതാണ്. ധർമ്മം, ആത്മീകം തുടങ്ങിയ കാര്യങ്ങളിൽ നിങ്ങളുടെ താല്പര്യം വളരെയധികം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും. നിങ്ങൾ മനസ്സിൽ വിചാരിക്കാത്ത ആകസ്മികമായ ധനലാഭം നിങ്ങളുടെ എല്ലാ ബിസിനസ്സുകളിൽ നിന്നും, നിങ്ങളുടെ തൊഴിൽ മേഖലകളിൽ നിന്നും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ഈ കാലയളവിൽ ഇവർ ആത്മവിശ്വാസത്തോടെ ഏറ്റെടുക്കുന്ന എല്ലാ ജോലികളും വേഗത്തിൽ പൂർത്തിയാക്കും. കുടുംബത്തിൽ മതപരമായ ചടങ്ങുകൾ നടക്കുവാനും സാധ്യതയുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിനും ജോലിക്കുമായി ശ്രമിക്കുന്ന ആളുകൾക്ക് വിദേശത്തേക്ക് പോകുവാനുള്ള അവസരം വന്നു ചേരുകയും ചെയ്യും. കൂടാതെ വിദേശത്ത് നിന്ന് ബിസിനസ് ചെയ്യുന്നവർക്ക് വിജയത്തിനുള്ള നിരവധി അവസരങ്ങൾ ലഭ്യമാകും.
ഈ രാശിയിലുള്ള ആളുകൾക്ക് നല്ല സമ്പത്ത് ലഭിക്കുന്നതാണ്. ഈ കാലയളവിൽ നിങ്ങളുടെ വരുമാനം വളരെയധികം വർദ്ധിക്കുകയും ചെയ്യും. നിങ്ങളുടെ സംസാരത്തിൻ്റെ സ്വാധീനം മൂലം വളരെയധികം ബിസിനസ് മേഖലകളിലേക്ക് നിങ്ങൾക്ക് തുറന്നു ചെല്ലുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ സംസാരം മറ്റുള്ളവരെ വളരെയധികം സ്വാധീനിക്കുകയും ചെയ്യും. ഈ രാശിക്കാർക്ക് ചൊവ്വ, രവി, വ്യാഴം എന്നീ ഗ്രഹങ്ങളുടെ ദശാപഹാര കാലഘട്ടങ്ങൾ പൊതുവെ ഗുണഫലം ചെയ്യുന്നതാണ്. ഇവർ മുരുകൻ, ശിവൻ, മഹാവിഷ്ണു എന്നീ ദേവന്മാരെ ഭജിക്കുന്നതും തുവരപ്പരിപ്പ്, ചെമ്പ്, ചെമ്പകപ്പൂവ്, ചുവന്ന പട്ട്, പവിഴം എന്നിവ ദാനം ചെയ്യുന്നതും ശുഭഫലങ്ങൾക്ക് പ്രാപ്തി നൽകുന്നതായിരിക്കും. രത്നങ്ങളായ ചെമ്പവിഴം, മാണിക്യം, മഞ്ഞ പുഷ്യരാഗം എന്നിവ ധരിക്കുന്നതും വളരെയധികം ഗുണഫലങ്ങൾ സമ്മാനിക്കുന്നതാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. തുലാം രാശിക്കാരുടെ 8ാം ഭാവത്തിലാണ് വ്യാഴത്തിൻ്റെയും ചന്ദ്രൻ്റെയും സമാഗമം സംഭവിക്കുന്നത്. ഇതിലൂടെ തുലാം രാശിക്കാരുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും വന്നു ചേരുന്നതാണ്. ഏറെ നാളുകളായി മാറ്റിവെച്ചിരുന്ന നിങ്ങളുടെ ജോലികളെല്ലാം കൃത്യസമയത്ത് പൂർത്തീകരിക്കുവാൻ സാധിക്കും. വ്യാഴത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ ദുഷ്ടശക്തികളിൽ നിന്നും ദൗർഭാഗ്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വെല്ലുവിളികളിൽ നിന്നും വരെ രക്ഷപ്പെടുവാൻ സാധിക്കും. ഏറെ കാലമായി പരിഹരിക്കപ്പെടാതെ കിടന്നിരുന്ന പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ സമയം പരിഹരിക്കപ്പെടുകയും സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ കുടുംബാന്തരീക്ഷം വളരെയധികം സമാധാനപൂർണമാകും. ഈ കാലയളവിൽ നിങ്ങളുടെ കുടുംബ സ്വത്ത് ലഭിക്കുകയും ചെയ്യും. ഏതെങ്കിലും തരത്തിലുള്ള വസ്തുവകകളോ വാഹനങ്ങളോ വാങ്ങിക്കുകയും ചെയ്യുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും വളരെയധികം ആശ്വാസം ലഭിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. ജോലിയിൽ നിങ്ങൾക്ക് വളരെയധികം അഭിവൃദ്ധി വന്നു ചേരുന്നതാണ്. ബിസിനസ് ചെയ്ത ആളുകൾക്ക് ഈ സമയത്ത് വളരെയധികം ലാഭം കൈവരിക്കുവാൻ സാധിക്കും. നേട്ടങ്ങളുടെ ഭവനത്തിൽ വ്യാഴത്തിൻ്റെ ഭാവം കൊണ്ട് നിങ്ങളുടെ ജോലികളിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും. വളരെയധികം ഉയർച്ചയും നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്യും. കൂടാതെ ഈ കാലയളവിൽ മേലുദ്യോഗസ്ഥരുടെയോ സഹപ്രവർത്തകരുടെയോ സഹകരണം പ്രൊഫഷണൽ തൊഴിൽ മേഖലയെ വളരെയധികം സഹായിക്കുന്നതാണ്. തൊഴിൽ മാറ്റത്തിനോ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് സ്ഥലം മാറുവാനോ ശ്രമിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നതാണ്. ആദ്യ ഭവനത്തിൽ വ്യാഴത്തിൻ്റെ ഭാവം ഉള്ളതിനാൽ നിങ്ങളുടെ ആത്മാർത്ഥതയും ജോലിയിലുള്ള ശ്രദ്ധയും നിങ്ങൾക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള അഭിനന്ദനവും സഹപ്രവർത്തകരിൽ നിന്നുള്ള വാത്സല്യവും നൽകുന്നതാണ്. നിങ്ങളുടെ ഉപദേശവും സഹായവും നിങ്ങളുടെ സഹപ്രവർത്തകർക്ക് വളരെയധികം ഗുണകരമാകുകയും ചെയ്യും. ഈ കാലയളവിൽ മറ്റുള്ളവരിൽ നിന്നുമുള്ള അസൂയയോ ശത്രുതയോ ഉയർന്നു വന്നേക്കാം. ചിലർ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുവാൻ ശ്രമിക്കും. തന്മൂലം നിങ്ങളുടെ പ്രശസ്തിക്ക് കളങ്കം വരുത്തുവാനോ മുൻകാല തെറ്റുകൾ കൊണ്ടുവന്ന് നിങ്ങളെ നാണം കെടുത്തുവാനോ ഉള്ള ശ്രമങ്ങൾ ഉണ്ടായേക്കാം. ഈ വെല്ലുവിളികളെ ധൈര്യത്തോടെയും സത്യസന്ധതയോടെയും നേരിടുന്നത് നല്ലതാണ്. തുലാം രാശിക്കാർക്ക് ജോലിയുടെ കാര്യത്തിൽ അനുകൂലമായിരിക്കുമ്പോൾ ബന്ധങ്ങളും ഉത്തരവാദിത്തങ്ങളും വളരെയധികം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതാണ്. തന്മൂലം നിങ്ങളുടെ പ്രൊഫഷണൽ നില നിലനിർത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും ഗുണം ചെയ്യുന്നതാണ്. പ്രതികൂലമായ സ്വാധീനം വന്നു ചേർന്നാൽ വ്യാഴാഴ്ചകളിൽ വ്യാഴ സ്തോത്രങ്ങളോ മന്ത്രങ്ങളോ ചൊല്ലുന്നത് ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അധ്യാപകരെയും മുതിർന്നവരെയും ബഹുമാനിക്കുക, വിദ്യാർത്ഥികളെ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ സഹായിക്കുക എന്നിവയും വ്യാഴത്തിന് ഫലപ്രദമായ പ്രതിവിധിയാണ്. വർഷം മുഴുവനും 12ാം ഭാവത്തിൽ കേതു സംക്രമിക്കുന്നതിനാൽ കേതു പരിഹാരങ്ങൾ നടത്താവുന്നതാണ്. ആരോഗ്യ സാമ്പത്തിക പ്രശ്നങ്ങൾ ലഘൂകരിക്കുവാൻ ഇത് സഹായിക്കുകയും ചെയ്യും. കേതു മന്ത്രങ്ങൾ ജപിക്കുകയോ കേതു സ്തോത്രങ്ങൾ വായിക്കുകയോ ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. കൂടാതെ ഗണേശ സ്തോത്രങ്ങൾ ചൊല്ലുന്നത് കേതുവിൻ്റെ ദോഷഫലങ്ങളെ ലഘൂകരിക്കുവാൻ സാധിക്കുകയും ചെയ്യും. അടുത്തത് കന്നി രാശിക്കാരാണ്. കന്നി രാശിയുടെ 9ാം ഭാവത്തിൽ, അതായത്
ഭാഗ്യവുമായി ബന്ധപ്പെട്ട ഭാവത്തിലാണ് ചന്ദ്രനും വ്യാഴവും സമാഗമിക്കുന്നത്. അതിനാൽ തന്നെ ഈ കാലയളവിൽ എല്ലാ കാര്യങ്ങളിലും ഭാഗ്യത്തിൻ്റെ പിന്തുണയുണ്ടാകും. ഗജകേസരി യോഗം ജീവിതത്തിൽ പല അത്ഭുതങ്ങളും കാണിക്കുകയും ചെയ്യുന്നതാണ്. പുതിയ ജോലിയോ ബിസിനസ്സോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ആരംഭിക്കുന്നതിന് വളരെയധികം ശുഭകരമായ സമയമാണ്. വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകിയാൽ എല്ലാ കർമ്മമണ്ഡലങ്ങളിലും നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കുന്നതാണ്. പ്രശസ്തിയും സമ്പത്തും നിങ്ങളെ തേടിയെത്തും. ഭൗതിക സുഖങ്ങളും സൗകര്യങ്ങളും അനുഭവിക്കുവാനുമുള്ള യോഗം വന്നു ചേരുകയും ചെയ്യുന്നതാണ്. അവിവാഹിതർക്ക് വിവാഹത്തിനും വിവാഹത്തോടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇഷ്ടമല്ലാത്ത ജോലികളിൽ നിന്നും മാറ്റം നിങ്ങൾക്ക് ഈ സമയത്ത് ലഭിക്കുകയും ചെയ്യും. നിങ്ങളുടെ ജോലി മെച്ചപ്പെടുത്തുവാൻ നിങ്ങൾക്ക് അവസരം വന്നു ചേരും. കന്നി രാശിക്കാർക്ക് വളരെയധികം ഭാഗ്യങ്ങൾ നിറയുന്ന ഒരു സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. കുട്ടികൾ ഇല്ലാത്ത ആളുകൾക്ക് സന്താന ഭാഗ്യത്തിനുള്ള യോഗവും വന്നു ചേരും. വിദേശ യാത്രയ്ക്കുള്ള അവസരവും നിങ്ങളെ തേടി എത്തുന്നതാണ്. അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഉല്ലാസയാത്രയിൽ പങ്കെടുക്കുകയും ചെയ്യും. ഈ യാത്രാബന്ധം ശക്തിപ്പെടുത്തുകയും പുതിയ ഓർമ്മകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ്. ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർ ശനിയാഴ്ച, തിങ്കളാഴ്ച, ചൊവ്വാഴ്ച ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നതും ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വന്നു ചേരുന്ന കഷ്ടതകളെയെല്ലാം ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.